പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണം നടന്നു വരുന്ന ഈ അവസരത്തിൽ രാമായണ കഥാസാഗരം ഒരു പ്രഭാഷണ രീതിയിൽ നമുക്ക് വേണ്ടി എത്തിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ദാക്ഷായണി അമ്മാജിയാണ്. ദാക്ഷായണി അമ്മയെ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. നമസ്തേ. കർണാമൃതം ഒരു ദേവതാ സംഗമം ഈ ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ രാമായണ പ്രഭാഷണ രൂപം തരാം. എല്ലാവരും കേൾക്കണേ, അഭിപ്രായം പറയണം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനുള്ള മറുപടി തരണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. നമസ്തേ പ്രിയമിത്രങ്ങളെ, ആദികാവ്യമായ രാമായണം ജ്ഞാനവിജ്ഞാനങ്ങളുടെ അനർഘരത്നങ്ങളെ ധരിച്ച മഹാസാഗരമാണ്. വാൽമീകി രാമായണത്തെ ആലംബമാക്കി എത്രയെത്ര സാഹിത്യ രൂപങ്ങളാണ് ലോകമെമ്പാടും പ്രചരിച്ചിട്ടുള്ളത്. കലാധിവർത്തിയായ ഉള്ളടക്കത്തിന്റെ ഗരിമയാൽ യുഗങ്ങൾക്കപ്പുറം രാമകഥയുടെ സർവ തൽസ്പർശിയായ സ്വാധീനം നമുക്ക് അനുഭവവേദ്യമാവുന്നുണ്ട്. എത്ര കാലം ഈ ഭൂമുഖത്ത് പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉണ്ടായിരിക്കുമോ അത്രയും കാലം ഈ രാമകഥയും ലോകത്ത് പ്രചരിക്കും. കാലഹരണപ്പെടാതെ ഉള്ളടക്കത്തിന്റെ സമ്പന്നതയാണ് രാമായണത്തിന്റെ ഈ വൈശിഷ്ട്യത്തിന് കാരണം. മലയാളികൾക്ക് കർക്കിടക മാസം രാമായണ മാസമാണ്. ദേഹരക്ഷയ്ക്ക് രസായനം എന്നതുപോലെ സൂക്ഷ്മദേഹത്തെ രക്ഷിക്കാൻ ദിവ്യ ഔഷധമായി രാമായണ രസായനം ഭവിക്കുന്നു. ബ്രഹ്മാണ്ഡപുരാണ അന്തർഗതമാണ് പ്രസിദ്ധിയാർജിച്ച അധ്യാത്മ രാമായണം എന്നാണ് തുഞ്ചത്ത് ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കാവ്യമായി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഭാഷാപിതാവിൻ്റെ വാങ്മയ വിസ്മയത്തിലൂടെ യാന്ത്രികമായി സഞ്ചരിക്കുന്ന വായനക്കാരനും പോലും പദസമ്പത്തും പദശുദ്ധിയും നൽകി അനുഗ്രഹിക്കും ഈ രാമായണ കഥ. കർക്കിടകത്തിൽ നിന്ന് കാലാധിപത്യത്വത്തിലേക്കും കേവല പാരായണത്തിൽ നിന്ന് പഠനത്തിലേക്കും പ്രവേശിച്ചാലോ? ഭുക്തി മുക്തിപ്രദമാണ് രാമായണ രസായനം. നാം തിരിച്ചറിയും ഈ ഒരു കഥയെപ്പറ്റി. മാനവജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും തിളക്കമുള്ളതാക്കുന്നു. മന്ത്രസ്പർശമാണ് രാമായണത്തിൻ്റെ കഥ. അന്തരീക്ഷത്തിൽ വായു എന്നതുപോലെ രാമായണ കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന വായുപുത്രനായ ഹനുമാൻ സ്വാമി വാക്പടുത്തത്തെ നൽകി രാമായണ പഠിതാവിനെ അനുഗ്രഹിക്കുന്നു. ബുദ്ധിബലം, യശോധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യം, വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഹനുമാൻ സ്വാമിയുടെ സ്മരണ ഒന്നുകൊണ്ട് മാത്രം ഈ ഗുണവൈശിഷ്ട്യങ്ങളെല്ലാം കരഗതമാവുന്നു. ഹനുമാനെ ആദ്യം വടുരൂപത്തിൽ കണ്ടുമുട്ടി പ്രാഥമികമായ ആശ്രയവിനിമയം നടത്തിയപ്പോൾ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ലക്ഷ്മണനോട് പറയുന്നുണ്ടല്ലോ. ആദ്യമായി ഹനുമാനെ ആകാശവനികയിൽ വെച്ച് കണ്ടുമുട്ടിയ സീതാദേവിയുടെ വിശേഷണവും മറ്റൊന്നല്ല. ഋതുമൃജ്യോ മൃദുസ്ഫുട വർണ്ണവാക്യങ്ങളിലാൽ ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സീതയെ കണ്ടെത്തിയ വിവരം ശ്രീരാമാദികളെ അറിയിക്കുമ്പോൾ കണ്ടു എന്ന് സംക്ഷിപ്തമായ പ്രതിപാദനത്തിലൂടെ ആദ്യം തന്നെ ശ്രോതാവിൻ്റെ ആകാംക്ഷയെ ശ്രമിപ്പിച്ചു. തുടർന്ന് വിവരണം നൽകുന്ന ശ്രീരാമദൂതൻ വാർത്താവിനിമയത്തിൻ്റെ മർമ്മമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ വാചക കലയെ അറിഞ്ഞാദരിക്കയാലാണ് കോട്ടമതിൽ, കിടങ്ങെന്നിങ്ങവയൊക്കെ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്ന് ശ്രീരാമചന്ദ്രൻ പിന്നീട് അഞ്ജനേയനെ അഭിപ്രായപ്പെടുന്നത്. വാൽമീകി രാമായണത്തിലെ കച്ചിൽ സർഗം എന്ന പ്രസിദ്ധമായ ഭരത രാഘവ സംവാദം രാഷ്ട്രതന്ത്ര പഠനങ്ങളുടെ കലവറയാണെങ്കിൽ അധ്യാത്മ രാമായണത്തിലുടനീളം രാഷ്ട്രതന്ത്ര മര്യാദകളും ആചാര്യമര്യാദ സംഹിതകളും ഇതൾ വിരിയുന്നത് കാണാനാവും. തനിക്ക് അനധികൃതമായി നിർദ്ദേശം നൽകിയ രാജപത്നിയായ കൈകേയിയോട് രാജവചനമാകർണ്യ ജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്ന് ഒരേ സമയം ഭവ്യതയിലും അതേസമയം നിലപാടിൽ ഉറച്ചും പ്രതികരിക്കുന്ന സുമന്ത്രർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉദാത്ത മാതൃകയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പ്രസിദ്ധമാണല്ലോ. ശത്രുപക്ഷത്തു നിന്നാണ് ഈ വിശേഷപ്പെട്ട അംഗീകാരം ദാശരഥിക്ക് സിദ്ധിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. രാജാക്കന്മാർ ബഹുഭാര്യത്വം സ്വീകരിച്ചു കൊന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് സീതാപതി ഏകപത്നി വ്രതം അവലംബിച്ചത്.
മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയും വൈയക്തിക പ്രതിബദ്ധതയും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഭരണാധികാരി പിന്തുടരേണ്ടത് മുഖ്യധർമ്മമായ രാഷ്ട്രധർമ്മമാണെന്നും രാമകഥ നമുക്ക് വിവരിച്ചു കാണിച്ചു തരുന്നു. പ്രിയപത്നിയായ കൈകേയിയെ പ്രീണിപ്പിക്കാൻ വധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടും അവധ്യനെ നിർണയം എന്ന് പറയുന്ന ദശരഥനിലൂടെ ഭരണകർത്താവ് എങ്ങനെയാകരുതെന്നും രാമായണം ഉദ്ഘോഷിക്കുന്നു. ലങ്കാപുരിയിൽ രാവണ രാജധാനിയിലെത്തുന്ന ഹനുമാൻ തൻ്റെ ഇരിപ്പിടം ഒന്നുകൊണ്ട് മാത്രം രാവണന് കരുത്തുറ്റ നയതന്ത്ര സന്ദേശം നൽകുന്നുണ്ട്. ആ ഹനുമാനെ വിചാരണ ചെയ്യാൻ താൻ നേരിട്ട് തുനിയാതെ കിങ്കരനായ പ്രഹസ്തനെ ചോദ്യാവലി കൊടുത്ത് ചുമതലപ്പെടുത്തുന്ന രാവണനും നയതന്ത്ര കൗശലം വ്യക്തമാക്കുന്നു. സമ്പാദിവാക്യത്തിലെ നിശാകരമുനി പകർന്നു തരുന്ന ഭ്രൂണശാസ്ത്ര വിജ്ഞാനവും ജാംബവാന്റെ കാലത്തേതുള്ള ഭാരതഭൂമിയുടെ ഔഷധ സസ്യവിജ്ഞാനവും നമ്മെ അത്ഭുതപരതന്ത്രരാക്കും. ഹനുമാന്റെ ഔഷധഹരണയാത്ര രാമകഥയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മുടെയൊക്കെ ഹൃദയ മന്ദിരത്തിൽ മുദ്രിതമായിട്ടുള്ള സുന്ദര ചിത്രമാണല്ലോ. 4 ഔഷധ സസ്യങ്ങളെയാണ് ജാംബവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ കൊണ്ടുവരുന്നത്. മുറിവിൽ നിന്ന് ആയുധ അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യുവാനുള്ളതാണ് വിശക്ത്യകരണി. സന്ധാനകരണി മുറിവ് കൂടുവാനും സുവർണകരണി പൂർവ്വസ്ഥിതിയിലാക്കുവാനും ഉള്ളതാണ്. ജീവാപായം വരാതെ സംരക്ഷിക്കാൻ മൃതസഞ്ജീവിനിയും. സേതുബന്ധനത്തിന്റെ എഞ്ചിനീയർ വിശ്വകർമാവിന്റെ മകനായ നളനാണ്. ലങ്കാനഗരത്തിന്റെ ശില്പി രാവണന്റെ ഭാര്യ പിതാവായ മയനും. യുദ്ധവാഹനങ്ങൾ മുതൽ പുഷ്പക വിമാനം വരെ വിന്യസിപ്പിക്കപ്പെടുന്ന രാമകഥയിലെ വാഹനങ്ങൾക്ക് യാതികന്റെ നില അനുസരിച്ചുള്ള പ്രോട്ടോക്കോളുമുണ്ട്. രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവനേത്ര പ്രയാണായ സത്വരം. വാഹനത്തിന്റെ സാരഥ്യം വഹിക്കുന്ന ആൾ കേവലം കൃത്യനിർവഹണം ചെയ്താൽ പോരെന്നും വിവിധ ഘടകങ്ങൾ പരിഗണിക്കാൻ നൈപുണ്യം ഉണ്ടാവണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നത് രാവണന്റെ തേരാളിയാണ്. സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും, വൈരിക്കുള്ള ജയാജയകാലവും. പോരിൽ നിമ്നോത്തനാദേശ വിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ. രാവണവധാനന്തരം സീതയുമായി കണ്ടുമുട്ടുവാനുള്ള ധൃതിയല്ല, അനാഥമായ ലങ്കാരാജ്യത്തിന് അടുത്ത ഭരണ സംവിധാനം ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ആദ്യമേ ശ്രീരാമചന്ദ്രൻ കാണിക്കുന്നത്. മാത്രമല്ല വിഭീഷണൻ തൻ്റെ ആശ്രിതനും വിധേയനുമാണെന്നൊരിക്കലും സീതയെ കാണാൻ ഹനുമാനെ ചുമതലപ്പെടുത്തുമ്പോൾ വിഭീഷണാനു അനുജ്ഞയ സീതയെ കാണുക എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട് രാഘവൻ. നാം നിയോഗിച്ച ആളാണെങ്കിൽ പോലും ഒരു സംവിധാനത്തിൻ്റെ ഔപചാരിക ഭാരവാഹിത്വമുള്ള ആളെ മറികടന്ന് ആ സംവിധാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് മാന്യമല്ലെന്ന് വിഭീഷണാനുജ്ഞ എന്ന് ഒരു പ്രതിപാദനത്തിലൂടെ രാമായണം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയും വൈയക്തിക പ്രതിബദ്ധതയും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഭരണാധികാരി പിന്തുടരേണ്ടത് മുഖ്യധർമ്മമായ രാഷ്ട്രധർമ്മമാണെന്ന് രാമകഥ നമുക്ക് വിവരിച്ച് കാണിച്ചു തരുന്നു. ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ ചെറിയ ഒരു കഥാപ്രഭാഷണം ഇവിടെ നിർത്തുന്നു. എല്ലാവരും കേട്ട് അഭിപ്രായം പറയണം.